വാക്യം വരെ ഇന്ന് രാത്രി നമുക്ക് വായിക്കേണ്ടതായി ഉണ്ട്. 1-ാമത്തെ വാക്യം മുതൽ 10-ാമത്തെ വാക്യം വരെ. അപ്പോൾ തന്നെ 1-ാമത്തെ വാക്യം മുതൽ 6-ാമത്തെ വാക്യം വരെ ഇന്ന് രാത്രി നമുക്ക് വായിക്കാം. 1-ാമത്തെ വാക്യം മുതൽ 6-ാമത്തെ വാക്യം വരെ ഒരാളിന് ശബ്ദമുയർത്തി സന്നിധിയിൽ വായിക്കാമല്ലോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആ കാലത്ത് ഹെരോദ് രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈ നീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായിരുന്നു. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചു. തടവിലാക്കി അവനെ കാപ്പാൻ 4 ചേവകർ ഉള്ള 4 കൂട്ടത്തിനെ ഏൽപ്പിച്ചു. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചെങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗൃഹം കാത്തുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ആമേൻ ദൈവത്തിൻ്റെ ആലോചനയാണ് എന്ന് നമ്മൾ കേട്ടത്. 4-ാമത്തെ വിഷയത്തിലേക്ക് നമ്മളെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ നമ്മൾ വായിച്ചേട്ട തിരുവചനത്തിനെ ദൈവത്തിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ആമേൻ. അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ 6-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം എല്ലാവരും കേട്ട സബ്ജക്റ്റാണ്, കേട്ടിട്ടുള്ള മെസ്സേജാണ്. പക്ഷേ ഇതിനകത്ത് ചില ആത്മീക ദൂതുകൾ മാത്രം പറഞ്ഞ് ഇന്ന് രാത്രി മുമ്പിലോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു. ഒത്തിരി വചനങ്ങൾ നമുക്ക് ചിന്തിപ്പാനുണ്ട്, ഒത്തിരി വചനങ്ങൾ വായിപ്പാനുണ്ട്, ഒത്തിരി തെളിവുകൾ നിരത്തി വയ്പ്പാനുണ്ട്. യേശു കർത്താവിൻ്റെ കാലഘട്ടങ്ങളിൽ ദൈവപ്രവൃത്തി ശക്തമായി വെളിപ്പെടുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. അങ്ങനെയെങ്കിൽ ഈ 12-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ആ കാലത്ത് ഹേരോദ് രാജാവിൻ്റെ സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈ നീട്ടി. സ്തോത്രം. നോക്കിക്കേ, ഹെരോദാവിൻ്റെ കാലഘട്ടങ്ങളിൽ ദൈവസഭയ്ക്ക് നേരെ എക്കാലത്തും പ്രശ്നമഴിച്ചുവിട്ട ചില രാജാക്കന്മാരുടെ കൂട്ടത്തിലും 2 ചക്രവർത്തിമാരുടെ കൂട്ടത്തിലും നമ്മൾ ശരിക്കും പഠിക്കുമ്പോൾ ഡൊമിഷ്യൻ ചക്രവർത്തിയും നീറോ ചക്രവർത്തിയുടെയും കാലഘട്ടങ്ങളിൽ അതിശക്തമായി ദൈവസഭയ്ക്കും ദൈവദാസന്മാർക്കും വിരോധമായി അവർ പലതും മെനഞ്ഞുകൂട്ടുമ്പോൾ അതിനകത്തും ദൈവപ്രവർത്തിക്കായി ദൈവത്തിൻ്റെ ശക്തിക്കായി ഒരുങ്ങി നിൽക്കുന്ന അഥവാ സമർപ്പിക്കപ്പെടുന്ന ഒരു കൂട്ടത്തെ ആ കാലത്തും ഈ കാലത്തും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മഹാപീഡയും കഷ്ടവും സങ്കടത്തിൽ കൂടെയൊക്കെ ജനത്തെ കടത്തിവിട്ട ഒരു കാലഘട്ടമുണ്ടായിരുന്നു ദൈവ പൈതലേ. എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം ശക്തമായി വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ്: ഹെരോദാവ് എന്ത് ചെയ്യുന്നറിയാമോ? ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയും, പ്രൈസ് ദി ലോർഡ്, യാക്കോബിനെ കൊല്ലുകയും പത്രോസിനെ കാരാഗൃഹത്തിൽ അടയ്ക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, ആ പീഡാ കാലഘട്ടങ്ങളിൽ യാക്കോബിനെ കൊന്നുകളഞ്ഞു. സ്തോത്രം. ശ്രദ്ധിക്കണം, എന്താ ഇവർ ചെയ്ത തെറ്റ്? ഇവര് അയൽവക്കത്തെക്കാരൻ്റെ വാതില് മാന്തുകയോ ഭവനം പൊളിക്കുകയോ അവരെ തമ്മിൽ കൂട്ടിയടിപ്പിക്കുകയോ ചെയ്തതല്ല. ഇവര് ചെയ്തത് സത്യസുവിശേഷത്തിന് വേണ്ടി ആയിരങ്ങളെ കർത്താവിന് വേണ്ടി നേടുവാൻ അവരെ ശരീരങ്ങൾ വരെ, അവരുടെ സ്തോത്രം, പദവികൾ വരെ മാറ്റിവെച്ച് ദൈവത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടവരാണ് യാക്കോബ് തുടങ്ങിയുള്ള അപ്പോസ്തലന്മാർ. സ്തോത്രം. ശ്രദ്ധിക്കണം, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഇവരൊക്കെ ദൈവത്തിനു വേണ്ടി രക്തസാക്ഷികളായി തീരുന്നതിന് തൊട്ടു മുൻപ് ഒരു വലിയ ദൈവപ്രവൃത്തി ആ കാലഘട്ടങ്ങളിൽ ദൈവം ഈ ചക്രവർത്തിമാർ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അവരെ കണ്ണുകൊണ്ട് കാണത്തക്ക തലത്തിൽ അവരായിരുന്ന രാജ്യങ്ങളിൽ തന്നെ ദൈവം ഇവരെ ശക്തമായി ഉപയോഗിച്ചു. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണം, യാക്കോബിനെ വാളുകൊണ്ട് വെട്ടുമ്പോഴും തന്നെ ശിരച്ഛേദനം ചെയ്യുമ്പോഴും പത്രോസ് അപ്പോൾ ജീവനോടെ ഉണ്ട്. അവനെയും തേടിപ്പിടിച്ച് കാരാഗൃഹത്തിൽ അവനെ ചങ്ങലക്കിട്ട്, എന്നാൽ പെസഹയുടെ ആരംഭമായതുകൊണ്ടും അതിൻ്റെ ഉത്സവത്തിൻ്റെ തുടക്കമായതുകൊണ്ടും
ആമേൻ, ഒരു രക്തച്ചൊരിച്ചിൽ പാടില്ല എന്ന് യഹൂദന്മാരുടെ കാലഘട്ടങ്ങളിൽ ആ ഒരു നിയമം നിലനിന്നത് കൊണ്ട് പ്രൈസ് ദി ലോർഡ്, പത്രോസിനെ കൊല്ലാൻ അല്പനിമിഷം കാത്തുവച്ചു. ആ രണ്ട് കാവൽക്കാരുടെ നടുവിൽ പത്രോസ് ഒന്നും അറിയാതെ അവൻ നല്ല സുഖമായി ഉറങ്ങുകയായിരുന്നു. ശ്രദ്ധിക്കണം, അതിന്റെ 5-ാമത്തെ വാക്യം പറയുന്നു, ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി ചില ചങ്ങലകൾ അടിഞ്ഞു മാറുന്ന രാത്രി. ആമേൻ. മനുഷ്യൻ തന്നെ നോക്കി നിൽക്കുമ്പോൾ ചിലതൊക്കെ പ്രവർത്തിക്കപ്പെടുന്ന രാത്രിയാണ് ഈ രാത്രി. സ്തോത്രം, ഹല്ലേലൂയ. ഒരു യാക്കോബിന്റെ കഴുത്ത് വെട്ടിയത് കൊണ്ട്, വെട്ടി മാറ്റി വച്ചത് കൊണ്ട് ശുശ്രൂഷ അവസാനിക്കുന്നില്ല. ആമേൻ. നോക്കൂ, നീറോ ചക്രവർത്തിയുടെ കാലഘട്ടങ്ങളിൽ ആമേൻ മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെ വരെ ആമേൻ മനസ്സലിയില്ലാതെ ദുഷ്ടനായ നീറോ ചക്രവർത്തിയും ഡൊമിഷ്യൻ ചക്രവർത്തിയുടെയും കാലഘട്ടങ്ങളിൽ ആമേൻ സ്തോത്രം അവർ ചെയ്ത ആമേൻ ആ ഒരു തലത്തിൽ കൂടെ രാജഭരണങ്ങൾ മുമ്പിലോട്ട് പോകുമ്പോൾ ക്രൂരമായ പീഡയിൽ കൂടെ ക്രിസ്ത്യാനിത്വത്തെ അടിച്ചമർത്തുവാൻ നോക്കുമ്പോഴും അതിൻ്റെ നടുവിലും അന്നും തീഷ്ണതയോടെ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി നിന്ന ഒരു കൂട്ടം ഭക്തന്മാരിൽ ആമേൻ ചില ഭക്തന്മാരുടെ പേരുകൾ വരെ നമുക്ക് കാണാപ്പാടകമാണ്. പ്രൈസ് ദി ലോർഡ്. പോളികാർപ്പ് തുടങ്ങിയുള്ള അഭിഷക്തന്മാരും ആമേൻ ആ കാലഘട്ടങ്ങളിൽ ശക്തന്മാരായ ശ്രേഷ്ഠന്മാരായ ദൈവത്തിന് വേണ്ടി ആമേൻ നെഞ്ചും നെറ്റിയും കൊടുത്ത് എന്തിനേറെ ജീവിതം തന്നെ ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ച ഒരു കൂട്ടർ അന്നുണ്ടായിരുന്നു. ആമേൻ. എങ്കിൽ ഈ 21-ാം നൂറ്റാണ്ടിൽ അഥവാ കൃപായുഗമായ ഈ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ വേദപുസ്തക പ്രകാരം സ്വസ്നേഹികളായി തീർന്നുകൊണ്ടിരിക്കുന്നു. ആർക്കും കീഴ്പ്പെടാത്ത മനുഷ്യൻ, അമ്മയപ്പന്മാരെ ആമേൻ സ്തോത്രം ബഹുമാനിക്കാത്ത മനുഷ്യൻ, ആമേൻ രാജ്യത്തെ അതിൻ്റെതായ നിലയിൽ മാനിക്കാത്ത മനുഷ്യൻ, നിയമങ്ങളെ അനുസരിക്കാത്ത മനുഷ്യൻ, എന്തിനേറെ ആമേൻ സ്തോത്രം ആമേൻ പലതിനും മനുഷ്യൻ ആമേൻ സ്വസ്നേഹികളായി തീർന്നുകൊണ്ടിരിക്കുന്ന ഈ കൃപായുഗത്തിലേക്ക് വരുമ്പോൾ ഇന്ന് രാത്രി നാം വായിച്ച വാക്യത്തിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുവരുമ്പോൾ ആമേൻ മത്തായിയിൽ യേശു പറയുന്നൊരു വാക്ക് ശ്രദ്ധിക്കൂ. 4-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ഇന്ന് രാത്രി ദൈവ പൈതലെ, കർത്താവിന്റെ മുൻപിലേക്ക് ഒരു ദൈവ പൈതൽ കടന്നു വരപ്പെടുമ്പോൾ, ദൈവത്തിന്റെ സംരക്ഷണത്തിലേക്ക് ഒരു ദൈവ പൈതൽ കയറി വരപ്പെടുമ്പോൾ തന്നെ അറിയപ്പെടുന്ന ഒരു കാര്യം ഇതാണ്. എക്കാലത്തും ദൈവത്തിന്റെ ദാസന്മാർ, ദൈവത്തിന്റെ ജനം ദൈവത്തിന് വേണ്ടി ജ്വലിച്ച കാലഘട്ടങ്ങൾ നമുക്കറിയാൻ കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ 21-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഭാഗം ഇതാണ്. അവിടെ നിന്ന് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, മുട്ടുകുത്തി ദൈവത്തിന്റെ മുമ്പിൽ പ്രൈസ് ദി ലോർഡ്. ഓക്കേ, അവിടെ നിന്ന് മുൻപിലോട്ട് പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്കറിയാം ചില ഭാഗത്തൊക്കെ നമ്മൾ ചിന്തിക്കപ്പെടുമ്പോൾ യേശു കർത്താവിൻ്റെ മുമ്പിൽ ചിലർ വന്ന് മുഴങ്കാൽ മടക്കിയിട്ട് ദൈവത്തെ ആമേൻ സ്തോത്രം പിടിച്ചു നിർത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഒത്തിരി പേര് യേശു കർത്താവിനെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. എന്നാൽ അപ്പോസ്തലന്മാരെ ആർക്കും പിടിച്ചു നിർത്താൻ കഴിയാത്ത അപ്പോസ്തലന്മാരുടെ മേൽ പകർന്ന ദൈവത്തിന്റെ അഭിഷേകം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചത് ഇങ്ങനെയാ, ദൈവദാസനെ എന്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രൈസ് ദി ലോർഡ്, എന്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പലരും അടിക്കാൻ വന്നപ്പോഴും യേശു കർത്താവ് എന്താ ഒരു വാക്ക് പോലും അവർക്ക് നേരെ സംസാരിക്കാത്തത്? സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, കർത്താവിന് വഴി ഒരുക്കുവീൻ, അവന്റെ പാത നിരപ്പാക്കുവീൻ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഒരു വേദപുസ്തകത്തിലെ ഒരു മനുഷ്യനാണ് സ്തോത്രം സ്നാപക യോഹന്നാൻ. തന്റെ വായിൽ നിന്ന് വന്ന വാക്കിതാണ്, സർപ്പസന്തതികളെ എന്ന് പറഞ്ഞാൽ വരുവാനുള്ള ദൈവത്തിന്റെ കോപത്തെ വിട്ടൊഴിഞ്ഞു പോകുവീൻ. അവന് കിട്ടിയത് എന്തെന്നറിയാമോ? പട്ടുമെത്തയല്ല കിട്ടിയത്, പിന്നെ എന്താ കിട്ടിയത്? അവന്റെ ശിരച്ഛേദന എന്ന് വെച്ചാൽ അവന്റെ കഴുത്തിനെ അറുത്ത് താലന്തിൽ കൊണ്ടുവന്ന് ഹേരോദാവിന്റെ മുൻപിൽ വച്ചു. ശ്രദ്ധിക്കണം, പ്രൈസ് ദി ലോർഡ്. ആമേൻ. എവിടെയെല്ലാം അഭിഷക്തന്മാർ ഉപദേശം ശക്തമായി പ്രസ്താവിച്ചിട്ടുണ്ടോ ആ സഭകളിൽ ജനക്കൂട്ടത്തിന്റെ ആരവം കുറയും. അതാണ് സഭാപ്രസംഗിയുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അന്ന് കിണറ്റിലെ
കപ്പിയുടെ ഒച്ച നിലയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പലരും ആമേൻ ആരാധനകളും ആമേൻ അവരുടെ ആരവാരങ്ങളും ആ സമയത്ത് കേൾക്കത്തില്ല. എന്തിനേറെ ആമേൻ സ്തോത്രം, പലതിൻ്റെയും ആമേൻ സ്തോത്രം ആമേൻ നിലപാടുകൾക്ക് വ്യത്യാസങ്ങൾ വരും എന്ന് പറഞ്ഞാൽ ആമേൻ ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം ഇതാണ്. ദൈവസഭയ്ക്ക് വേണ്ടി ദൈവകുഞ്ഞുങ്ങൾ എക്കാലത്തും വില കൊടുത്തു നിന്നെങ്കിൽ ആമേൻ അവിടെ സഭാപ്രസംഗിയിൽ ജ്ഞാനിയായ ശലോമോൻ ജ്ഞാനി വിളിച്ചു പറയുന്ന ഒരു വാക്കിതാണ്: ആ സമയത്ത് സകലത്തിന്റെ ഒച്ചയും നിലയ്ക്കും, സകലവും മന്ദമായിത്തീരും. ആമേൻ. അടുത്ത് അദ്ദേഹം പറയുന്നൊരു വാക്കിതാണ്: സകലതും മായയാണ്. ഈ പ്രപഞ്ചത്തിന്റെ കീഴിലുള്ളതെല്ലാം ആമേൻ സ്തോത്രം സകലത്തിന്റെ മേലും മായയുടെ ചായം കലർന്നു പഠിക്കുമ്പോൾ. എന്തിനേറെ ഇന്ന് രാവിലെ പ്രഭാതത്തിൽ ഒരു വ്യക്തി വിദേശത്ത് നിന്ന് വിളിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു: പാസ്റ്റേ, എനിക്കൊന്ന് പൊട്ടിക്കരയാനുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ ഇത്ര സങ്കടം നിങ്ങൾക്ക്? ആമേൻ. അവർ കുവൈറ്റിൽ നിന്നാണ് വിളിക്കുന്നത്. ആമേൻ. എന്നോട് പറഞ്ഞൊരു കാര്യം, 23 വർഷമായി ഞാൻ വിവാഹം കഴിഞ്ഞിട്ട്. ആമേൻ. അത് പാസ്റ്റർക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അറിയാം, ആ വേദിയിൽ ഞാനും ഉണ്ടായിരുന്നു. ആമേൻ സ്തോത്രം. കാരണം അവരെ സ്നാനപ്പെടുത്തിയത് ഞാനാ 23 വർഷം മുൻപ്. ഹല്ലേലൂയ. നെയ്യാറ്റിൻകര തൊഴുക്കൽ അവർ താമസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഒരു കാര്യം പറയട്ടെ. ആമേൻ. ഞാൻ ഈ കുവൈറ്റിന്റെ പ്രദേശത്ത് വന്നിട്ട് ഇന്നേക്ക് 18 വർഷമായി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇതുവരയ്ക്കും എൻ്റെ ഭർത്താവ് ആദ്യം 3 മാസം മാത്രം എന്നോട് ചോദിക്കും: നീ കഴിച്ചോ, നീ കുടിച്ചോ, ആമേൻ, നീ കുളിച്ചോ, നിനക്ക് വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ, സന്തോഷമായിരിക്കുന്നല്ലോ. ബാക്കിയുള്ള വർഷങ്ങളെല്ലാം ആമേൻ പൈസ എന്താ കുറഞ്ഞു പോയത്, എന്താ പൈസ അയക്കാൻ താമസിച്ചു പോയത് എന്നുള്ള കാര്യങ്ങളല്ലാതെ നീ ഒന്ന് നല്ലവണ്ണം ഉറങ്ങിയിട്ടുണ്ടോ, നീ ഒന്ന് ആഹാരം കഴിക്കുന്നുണ്ടോ, എന്തൊക്കെയാ നിന്റെ വിശേഷങ്ങൾ, നിന്റെ മക്കളെ ഒന്ന് കാണണ്ടേ എന്ന കാര്യങ്ങൾ പോലും ആമേൻ നീണ്ട ചില വർഷങ്ങളായി ഞാൻ കേട്ടിട്ടില്ല അഭിഷക്തനെ. ഹല്ലേലൂയ. ആമേൻ. ഞാനപ്പോൾ ഒരു കാര്യം ചിന്തിച്ചത് ഇങ്ങനെയാ: മനുഷ്യൻ സ്വസ്നേഹികളായി ആരോ എന്തൊക്കെയോ പറഞ്ഞില്ലേ, പണത്തിന്റെ മീതെ പരുന്തും പറക്കില്ല എന്ന് പലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അത് ഈ തലമുറയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ആമേൻ സ്തോത്രം. ഈ തലമുറയിൽ അത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു BSc-യോ ഒരു GNM-ഓ ആമേൻ ഒരു ജനറൽ നേഴ്സോ ഒരു ലാബ് ടെക്നീഷ്യനോ എന്തെങ്കിലും പഠിച്ചത് കൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് ആമേൻ അവരെ തള്ളി അയക്കുകയാ. അവിടെ ചെന്നവർ ഒരു മാസത്തിൽ ആമേൻ ശമ്പളത്തിന് ഡേറ്റ് കുറയുമ്പോൾ ഇവിടെ പ്രശ്നങ്ങൾ ഉരുവാകുകയാണ്. ആമേൻ സ്തോത്രം. ഇന്ന് രാത്രി കാര്യം പറയട്ടെ. കഴിഞ്ഞ ദിവസം കണ്ടു കാണും നിങ്ങൾ. ആമേൻ 43 വർഷം പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ആമേൻ ഒരു ദൈവത്തിന്റെ ദാസൻ തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് വന്നിറങ്ങുമ്പോൾ അതിനു മുൻപ് ആമേൻ താൻ 18 വർഷം വരെയും താൻ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ ആമേൻ എല്ലാവരും കുടുംബ പരിവാരം അവർ എയർപോർട്ടിലേക്ക് വരും. അദ്ദേഹത്തെ കൊണ്ടുപോകാൻ ആരെയും അമ്പാടി വന്ന പോലെ ആമേൻ വെടിക്കുറ്റിയും പൂക്കുറ്റിയും എന്ന പോലെ ആമേൻ ജനസമൂഹം ഭാര്യ വീട്ടിൽ നിന്നും ആമേൻ മറ്റ് ബന്ധുക്കളും എല്ലാവരും 1ഉം 2ഉം ടാക്സിയിലേക്ക് കടന്നു വരാറുണ്ട്. പക്ഷേ തൻ്റെ പ്രവാസ ജീവിതം കഴിഞ്ഞ് 40ാമത്തെ വർഷത്തിലേക്ക് താൻ കേരളത്തിൽ നാട്ടിലേക്ക് വരുന്നു എന്നറിഞ്ഞപ്പോൾ ആമേൻ എയർപോർട്ട് തന്നെ കൂട്ടാൻ ആരുമില്ല. ആമേൻ. അപ്പോഴാ താൻ പറയുന്ന ഒരു കാര്യം: ആമേൻ ഇനി എന്നെ കൊണ്ട് ആർക്കും ആവശ്യമില്ലല്ലോ, എൻ്റെ ആമേൻ പ്രവാസ ജീവിതം കഴിഞ്ഞുവല്ലോ, ഇനി എന്നെ കൊണ്ട് ആർക്കും ആവശ്യമില്ല, ഞാനൊരു ചണ്ടിയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമൈതലേ, ഇതെല്ലാം വരുന്നത് നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ ശോധന ചെയ്യുവാൻ വേണ്ടിയാ. നമ്മളിപ്പോ എവിടെ എത്തി നിൽക്കുന്നു, നമ്മളിപ്പോ ഏത് തലത്തിലായിരിക്കുന്നത്? മനുഷ്യന്റെ ഇച്ഛാമോഹത്തിന് വേണ്ടി മുമ്പിലോട്ട് പോകുമ്പോൾ ഇന്ന് രാത്രി കുടുംബമായി ഇവിടെ ഇരിക്കുക. നിങ്ങൾ പുറം ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ചോദിക്കാറുണ്ടോ, നീ ആഹാരം കഴിച്ചോ, ആമേൻ നിനക്ക് സുഖമാണോ എന്ന് മുഖത്ത് നോക്കി ചോദിക്കാറുണ്ടോ? നിങ്ങൾ വേറെ എന്തിനേക്കാളും നിങ്ങളുടെ കയ്യിൽ പൊതി കൊണ്ടുവരുന്നതല്ല വിഷയം. നീ കഴിച്ചോ, നിനക്ക് സുഖമാണോ, എന്തൊക്കെയുണ്ടെന്ന് രാവിലത്തെ വിശേഷങ്ങൾ. ഞാൻ ചില മണിക്കൂർ ഇവിടെ ഇല്ലായിരുന്നല്ലോ എന്ന് ചോദിക്കാറുണ്ടോ? ആ സിറ്റ് ഔട്ടിലോ ഹാളിലോ 2 ചെയറുമിട്ട് ആമേൻ അവിടെ ഇരുന്ന് സംസാരിക്കാറുണ്ടോ? ആശയവിനിമയം നടത്താറുണ്ടോ?
ആ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കാറുണ്ടോ? ആമേൻ. അങ്ങനെ ഇല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് ആമേൻ ഈ ലോകരാജ്യം വന്നിരിക്കുന്നു. ശ്രദ്ധിക്കൂ, ഹല്ലേലൂയ. അങ്ങനെ ഇന്ന് പകൽക്കാലം അവർ പൊട്ടിക്കരയുമ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, മനുഷ്യൻ പൈസ മാത്രം ചിന്തിക്കുന്ന മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അല്ല, നീ എന്ത് കഴിച്ചോ എന്നല്ല ചോദിക്കുന്നത്. എന്താ ആമേൻ ചേട്ടാ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ അടുത്ത മറുപടി ഇങ്ങനെയാണ്, കറണ്ട് ബിൽ അടച്ചില്ല, കിണറ്റിലെ മോട്ടറിന്റെ വൈൻഡിങ് കരിഞ്ഞു പോയി, വീട്ടിന്റെ മേൽക്കൂരയ്ക്ക് ഷീറ്റിടണം, പറമ്പിൽ പണിക്കാർ നിപ്പുണ്ട്, സ്തോത്രം, അവിടെയും വെള്ളം എത്തിക്കാൻ മോട്ടർ വയ്ക്കണം, പൈപ്പ് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പോയി, സ്തോത്രം, കണക്ക് പുസ്തകങ്ങൾ നിരത്തി വയ്ക്കുമ്പോൾ ഇന്ന് രാത്രി മറന്നു പോകരുത്, ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് വെക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ സ്വസ്നേഹികളായിത്തീരുന്നു. അതാണ് പഴയ ആൾക്കാർ പറയുന്ന ഒരു കാര്യം, ഒരു മനുഷ്യൻ സകല ലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 18, 20, 22 വയസ്സാകുമ്പോൾ ഒരു പെൺകുട്ടിയെ ഒരു പുരുഷന്റെ കയ്യിൽ പിടിച്ചേൽപ്പിച്ച് അവൾക്ക് 26 വയസ്സാകുമ്പോൾ ദൈവം അനുവദിച്ചാൽ 2 കുഞ്ഞുങ്ങളെയും പ്രസവിച്ച് അവൾ നേരെ ഭർത്താവിന്റെ കയ്യിലോ വീട്ടുകാർ കൊടുത്തിട്ട് അവൾ രാജ്യം വിടുകയാണ്. അവളുടെ രാജ്യം അവൾ വിടുകയാണ്, മറുരാജ്യത്തിലേക്ക് പോയി. അവൾ കുടുംബത്തിന് വേണ്ടിയും ഈ ചോര കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും 40, 45, 50 വയസ്സുവരെ അവൾ ജോലി ചെയ്ത് കുടുംബത്തെ പോറ്റി 1 മാസം പോലും തികച്ചു നിൽക്കാൻ കഴിയാതെ നാട്ടിലേക്ക് ഒന്ന് പ്രവാസിയായി വന്ന് 20, 25 ദിവസം കഴിഞ്ഞ് തിരിച്ച് ടാറ്റ പറഞ്ഞ് കയറി ചെന്ന് പിറ്റേ മാസം അക്കൗണ്ടിൽ പൈസ വന്നില്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കുന്ന കുടുംബങ്ങളെ ചുറ്റുപാട് നമുക്കറിയാൻ കഴിയും. നിങ്ങൾക്കറിയോ, ഇന്ന് കൊല്ലം ജില്ലയിൽ കുളത്തൂപ്പുഴ എന്ന സ്ഥലത്ത് സ്വന്തം ഭാര്യയെ കത്രിക കൊണ്ട് ആഴത്തിൽ കുത്തിക്കൊന്ന ഒരു കൊലപാതകം നമ്മൾ കേട്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാം കേട്ട് കാണും. ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ. അതിന്റെ പൊരുളെന്താ? സാമ്പത്തികം. പ്രൈസ് ദി ലോർഡ്. എല്ലാം അതിലാ വിഷയം. ഇന്ന് രാത്രി ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമുണ്ട്. ദൈവജനം ദൈവത്തിന് വേണ്ടി ഈ രാത്രി നിൽക്കാൻ സമർപ്പിക്കപ്പെടുന്ന ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുന്ന ഒരു സ്വർഗം ഇന്ന് രാത്രി ആമേൻ നിങ്ങളിരിക്കുന്ന ഇരിപ്പിടത്തിലേക്ക് ഇറങ്ങി വരുന്നു എന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായ ആലോചന അറിയിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കർത്തദാസ് പറഞ്ഞൊരു കാര്യം ഇതാണ്, എനിക്കിന്ന് 53 വയസ്സായി. ആമേൻ. ഈ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ഇനി 2 വർഷം കൂടെ നിൽക്കാൻ കഴിയത്തുള്ളൂ. അത് കഴിയുമ്പോൾ നാട്ടിലേക്ക് പോകും. എനിക്ക് തലചായ്ക്കാൻ ഒരു ഇടമില്ല. ആമേൻ. ഞാൻ ഇന്നും കിടക്കുന്നത്, എൻ്റെ വീട്ടുകാർ കിടക്കുന്ന തലമുറ വളരുന്നത് വാടക കെട്ടിടത്തിനകത്താ. ഇനി 2 വർഷം കൊണ്ട് എന്ത് സമ്പാദിക്കാനാ? പാസ്റ്റർ, ഞാൻ ഷുഗർ രോഗിയായി, പ്രഷർ കൂടിക്കൊണ്ടിരിക്കുന്നു, കിഡ്നി ഒന്ന് ഫെയിലാണ്. ആമേൻ. ആ മരുന്ന് ഞാൻ മാറ്റിവെച്ചിട്ട് കുടുംബത്തിന് വേണ്ടി ഞാൻ അഹോരാർത്ഥം പണിയെടുക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്തൊരു ദൈവത്തിന്റെ ആലോചന കയറി വരികയാ. വായിച്ചേ. 4-ാമത്തെ അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം വായിച്ചേ. 4:21 മത്തായി. അവിടെ നിന്ന് മുമ്പോട്ട് പോയാറേ സെബദിയുടെ മകൻ യാക്കോബും അവന്റെ സഹോദരൻ യോഹന്നാനും എന്ന വേറെ 2 സഹോദരന്മാർ പടകിലിരുന്ന് അപ്പനായ സെബദിയുമായി വല നന്നാക്കുന്നത് കണ്ട് അവരെയും വിളിച്ചു. അവര് ഉടനെ പടകിനെയും അപ്പനെയും വിട്ട് അവനെ അനുഗമിച്ചു. പ്രൈസ് ദി ലോർഡ്. പടകിനെയും അപ്പനെയും വിട്ട് ആമേൻ കർത്താവിനെ അനുഗമിച്ച ആമേൻ ചില യുവാക്കൾ യേശു ആരെന്ന് മനസ്സിലാക്കി സകലതും വിട്ടിറങ്ങിയ ഒരു തലമുറ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇന്നും ദൈവത്തിനു വേണ്ടി സകലതും വെടിഞ്ഞ് ദൈവ ഇഷ്ടത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവ പൈതലേ,
ഒരു ചങ്ങലയ്ക്കും നിന്നെ ബന്ധിക്കാൻ കഴിയത്തില്ല. കാരണം നീ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായാണ് നീ മാറിയിരിക്കുന്ന. 20-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോഴും എബ്രായലേഖനം 11-ാമത്തെ അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോഴും, ആമേൻ, അപ്പോസ്തലപ്രവൃത്തി 24-ന്റെ 27 നമ്മൾ പഠിക്കുമ്പോഴും വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 24-ന്റെ 27 ഒരാളുടെ വായിക്കാം. എബ്രായലേഖനം 11-ാമത്തെ അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യവും ഒരാളിന് വായിക്കാം. കർത്താവ് ഇന്ന് രാത്രി അനുഗ്രഹിക്കട്ടെ. വായിച്ചാട്ടെ. 11-ന്റെ 37. പ്രൈസ് ദി ലോർഡ്. വായിച്ചാട്ടെ. എബ്രായലേഖനം 11-ന്റെ 27. കേൾക്കാമോ? കേൾക്കാമോ? വായിച്ചോളൂ. പ്രൈസ് ദി ലോർഡ്. ലിൻഡ ലിറ്റിക്ക് എവിടെ ഇരിക്കുന്നത്? വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കിയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോന്നു. എബ്രായലേഖനം 11-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യം. ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ബുദ്ധിമുട്ടും കഷ്ടവും സകലവും സഹിച്ചു. നോക്കിക്കേ, ഈർച്ചവാളിനാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, ആമേൻ, വാളാൽ കൊല്ലപ്പെട്ടു, ആമേൻ, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം സഹിച്ചത് ക്രിസ്തുവിന്റെ സ്നേഹത്തിന് വേണ്ടിയാ. കർത്താവ് സഹിച്ച വേദനകൾക്ക് ക്രിസ്തുവിന് സമസ്വരൂപമായ ഒരു മനുഷ്യനായി പൗലോസിനെ അവിടെ കാണപ്പെടുമ്പോൾ, ഈ 11-ാമത്തെ അധ്യായം നമുക്കറിയാം, വാഴ്ത്തത്വങ്ങൾ നിറയപ്പെട്ടൊരു അധ്യായം. വാഴ്ത്തത്വങ്ങളും ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട പുരോഹിതന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും രാജാക്കന്മാരെയും വേർതിരിക്കപ്പെട്ട ഒരു അധ്യായമാണ് 11-ാമത്തെ അധ്യായം. മറന്നു പോകരുത്. എന്നാൽ വായിച്ച് മറന്നുപോയ വാക്യമാണ് 37-ാമത്തെ വാക്യം. നിസ്സാരമായ കഷ്ടമല്ല സഹിച്ചത് ദൈവമക്കൾ. നിസ്സാരമായ വേദന സഹിച്ചവരല്ല. ആമേൻ. നിസ്സാരമായ ഒരു പ്രശ്നത്തിൽ കൂടെ അല്ല ക്രിസ്ത്യാനിത്വം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രൈസ് ദി ലോർഡ് തുറന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ആ ദൈവദാസനെ ഇഷ്ടമല്ലാത്തൊരു കാലം, പിന്നെ ആ സഭയിൽ പോകത്തില്ല, പിന്നെ അദ്ദേഹവുമായി മീറ്റ് ചെയ്യാൻ അവർ വെറുക്കുന്നു. എന്താ കാര്യം? ഹൃദയത്തിനകത്തിരിക്കുന്നത് വെളിപ്പെടുത്തിയത് കൊണ്ടാ. അതുകൊണ്ടല്ലേ ആമേൻ യോഹന്നാന്റെ തല ഛേദിക്കപ്പെട്ടത്? അതുകൊണ്ടല്ലേ യാക്കോബിന്റെ തല അറുക്കപ്പെട്ടത്? അതുകൊണ്ടല്ലേ പത്രോസിനെ ചങ്ങലക്കിട്ട് അടുത്ത് അറുക്കാനായി ഏൽപ്പിക്കാൻ വാള് രായിക്കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ടല്ലേ യേശു കർത്താവിനെ ക്രൂശിച്ചത്? അതുകൊണ്ടല്ലേ പലതും 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 സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനായി സംഭവങ്ങൾ? എന്തിനായി സംഭവ പ്രകടനങ്ങൾ? സ്വർഗത്തിലെ ദൈവത്തെ ആരാധിച്ചത് കൊണ്ടാണോ? ദൈവത്തെ മുൻനിർത്തി ദൈവജനം സ്തോത്രം പറയുന്നത് കൊണ്ടാണോ ഈ കഷ്ടത? ആമേൻ. ലിറ്റി എടുത്തു വച്ചേ. അപ്പോസ്തലപ്രവൃത്തി 24-27, 25-9, 20-6. ദൈവകുഞ്ഞെ, ഇവിടെ നമ്മൾ വായിച്ച വാക്യം കേട്ടോ. ഈർച്ചവാളിനാൽ അറുക്കപ്പെട്ടു. ഈർച്ചവാൾ എന്ന് പറഞ്ഞാൽ ഇരുതലയുള്ള വാൾ. ഏത് സൈഡ് കൊണ്ട് വെട്ടിയാലും മൂർച്ച. കൈപിടി മാത്രമാണ് മൂർച്ചയില്ലാത്തത്.
എന്നാൽ കൈപിടിക്ക് ബാക്കിൽ ഒരു കുന്തമുന പോലൊരു ഈർച്ചയുള്ളൊരു മുനയുണ്ട്. എന്തിനേറെ ഈ വാളിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ഏത് ഭാഗം കൊണ്ട് വീശിയാലും ഇതിൽ മുറിയപ്പെടും, ശരീരങ്ങൾ, അവയവങ്ങൾ ഛേദിക്കപ്പെടും. അങ്ങനെയുള്ള ഈർച്ച വാളിനാൽ സ്തോത്രം, ഹല്ലേലൂയ, അറുക്കപ്പെട്ടു. തീർന്നില്ല, പരീക്ഷിക്കപ്പെട്ടു. എന്താ പരീക്ഷ? സ്വർഗത്തിലെ ദൈവം ഈ ഭൂപരപ്പിൽ ദൈവഭക്തന്മാർക്കും ചില പരീക്ഷകൾ ജീവിതത്തിൽ വച്ചിട്ടുണ്ട്. കർത്താവ് ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കപ്പെടത്തില്ല. ഒരു ചെറിയ രോഗം വരുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യം ഇതാണ്: ദൈവം എന്നെ അറിയുന്നില്ല, ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. പാനയിൽ അരി കുറയുമ്പോൾ പറയും, ഒന്നും അറിയുന്നില്ല. അയ്യോ, എന്താ സംഭവിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലയോ? എന്റെ ആരാധനയ്ക്ക് ശ്രദ്ധ വരുന്നില്ലയോ? ഇല്ല കുഞ്ഞെ. ചിലതൊക്കെ ബ്രേക്ക് ചെയ്യുന്നത് വലിയൊരു ഉയർച്ചയ്ക്ക് വേണ്ടിയാ. കാട്ടിലെ സിംഹം ബേക്ക് വലിയുമ്പോ ശ്രദ്ധിക്ക്, കടലിലെ തിരമാലകൾ ബേക്ക് വലിയുമ്പോ ശ്രദ്ധിക്ക്. ഒരാഞ്ഞടിയുടെ ആഘാതം കൂടുകയാണ്. ഹല്ലേലൂയ. കടല് ബേക്ക് വലിയുമ്പോൾ, ഉൾവലിയുമ്പോൾ രാജ്യങ്ങൾ ഞെട്ടും. അടുത്തൊരു സുനാമിക്ക് തുടക്കം, അടുത്തൊരു പേമാരിക്ക് തുടക്കം. പെയ്തു തോരാത്ത മഴ, ആകാശത്തിന് പോലും നിയന്ത്രിക്കാൻ കഴിയാതെ, ഭൂമിയെ പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത ഈ വെള്ളം ബേക്ക് വലിയുന്നത് പോലെ തിരിച്ചൊരടിക്ക് വേണ്ടിയാ ബേക്ക് വലിയുന്നത്. പലരും ഇന്ന് മിണ്ടാതിരിക്കുന്ന ഒരു കാര്യമുണ്ട്: അടുത്തൊരു ശക്തി അവന്റെ പിന്നാലെ നിപ്പുണ്ട്. ഈ പുസ്തകത്തിൽ ഈ വായിച്ച 12-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്തൊരു പ്രത്യേകതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആരാണോ തന്റെ ഭക്തന്മാർക്ക് നേരെ ഹല്ലേലൂയ പാളയമൊരുക്കിയത്, തന്റെ ഭക്തന്മാർക്ക് നേരെ ആരാ കയ്യിൽ ചങ്ങലയിടാൻ അധികാരം കൊടുത്തത്, തന്റെ ഭക്തന്മാരെ ആരാ തോൽപ്പിക്കാൻ നോക്കിയത്, തന്റെ ഭക്തന്മാരെ ആരാ ഉന്മൂലനാശം ചെയ്യാൻ നോക്കിയത്, ഏത് രാജാവാ, ഏത് കോടതി വിളപ്പാ, ഏത് വ്യക്തിയുടെ വായിന്ന കൽപ്പന പുറപ്പെട്ടത്? വിടത്തില്ല ദൈവം, വിടത്തില്ല. വായിച്ചോ? 24-ാമത്തെ പ്രവർത്തികൾ 27-ാമത്തെ വാക്യം വായിച്ചേ. 2 ആണ്ട് കഴിഞ്ഞിട്ട് ഫേലിക്സിന് പിൻവാഴിയായി പൊർക്യോസ് ഫെസ്തോസ് വന്നപ്പോൾ ഫേലിക്സ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കണമെന്ന് വെച്ച് പൗലോസിനെ തടവുകാരനായി വിട്ടേച്ചു പോയി. ചിലരുടെ പ്രീതി സമ്പാദിക്കാൻ, ഉപദ്രവിക്കപ്പെടുവാൻ, ചിലരെ ആത്മീയരെ തടവിലാക്കപ്പെടുന്ന കാലഘട്ടമാണ്. എന്തിനാ? പ്രീതി. ഇന്ന് പലയിടത്തും അങ്ങനെയാ. പ്രീതി പിടിച്ചു പറ്റാൻ, ശുശ്രൂഷകൾക്ക് എണ്ണം കൂടുവാൻ, പദവികൾ കൂടുവാൻ, പലതിനും തട്ടുതട്ടായി ഉയരുവാൻ. ദൈവവൈതലേ, അതിന് നീ ആർക്കും കാശൊന്നും കൊടുക്കണ്ട. ദൈവത്തിന് ഒരുത്തനെ ഉയർത്താൻ കഴിയുമെങ്കിൽ ദൈവം ഉയർത്തും. ആർക്കും അവരെ തടുക്കാൻ കഴിയില്ല. ദൈവത്തിന് ഒരു ദൈവവൈതലിനെ ഉയർത്താൻ കഴിയുമെങ്കിൽ അവിടെ ഏതെല്ലാം വ്യക്തികൾ തടയിട്ടാലും ദൂതൻ ഇറങ്ങും. ഇന്ന് രാത്രി ദൂതിലേക്ക് വരികയാ. ദൂതൻ ഇന്ന് രാത്രി ഇറങ്ങാൻ പോകുന്നു. നിങ്ങളുടെ ദേശത്ത് ദൂതൻ ഇറങ്ങും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവകുഞ്ഞെ, ദൈവത്തോട് മത്സരിച്ചവരാരും ഭൂമിയുടെ പരപ്പിൽ ജീവിച്ചിരുന്നിട്ടില്ല. ദൈവത്തിനെതിരെയും ദൈവസഭയ്ക്കെതിരെയും അഭിഷക്തന്മാർക്കെതിരെയും എവിടെയെല്ലാം കുതികാൽ ഉയർത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവം ദൂതനെ ഇറക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എന്റെ ആത്മീക മിത്രമേ, ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുകയാ. സ്തോത്രം, ഹല്ലേലൂയ. എക്കാലത്തും ദൈവസഭയ്ക്ക് വേണ്ടി നെഞ്ചും നെറ്റിയും രക്തവും വില കൊടുത്ത്
ആമേൻ സ്വന്തം മോഹങ്ങൾ വരെ കുടിച്ചിട്ട് ശരീരങ്ങളെ ക്രൂശിക്കപ്പെടുത്തി, അവയവങ്ങളെ ക്രൂശിക്കപ്പെടുത്തി, ആമേൻ ശരീരഭാഗങ്ങളെ വരെ ക്രൂശിക്കപ്പെടുത്തി, അവരെ സകല രാഗമോഹങ്ങളും കുഴിച്ചിടപ്പെട്ട് മുൻപിലോട്ട് പോകുമ്പോൾ കണ്ണ് ക്രൂശിച്ചു, ചെവി ക്രൂശിച്ചു, വായി ക്രൂശിച്ചു, നാവ് ക്രൂശിച്ചു, കൈ ക്രൂശിച്ചു, കാല് ക്രൂശിച്ചു, ആമേൻ പഞ്ചേന്ദ്രിയങ്ങളെ ക്രൂശിക്കപ്പെട്ട് മുൻപിലോട്ട് പോകുന്ന ഒരു ജനസമൂഹത്തിന്റെ കഴുത്തിന് മേലെ തലയില്ലായിരുന്നു. ഉൽപ്പത്തി പുസ്തകം മുതൽ പഠിക്കുമ്പോൾ ഒന്ന് വഴങ്ങി കൊടുത്തിരുന്നെങ്കിൽ 17 വയസ്സുകാരന് സ്വർഗലോകമായിരുന്നു. ഒന്ന് വഴങ്ങി കൊടുത്തിരുന്നെങ്കിൽ ഫറവോന്റെ വീട്ടിനകത്തുള്ള സകല അധികാരങ്ങളും അവന്റെ കയ്യിൽ വന്നു. ആരും ഇരുച്ചവി അറിയാതെ പാപം ചെയ്ത് മുമ്പിലോട്ട് പോകായിരുന്നു. പക്ഷേ അവന്റെ ദർശനം വലുതായിരുന്നു. ദർശനം വലുതാതെയോ വൈദ്യരെ ആമേ സമർപ്പിക്കപ്പെട്ടും ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടും ദൈവത്തിന് വേണ്ടി ആമേ നിലനിർത്തപ്പെടുന്ന ദൈവവൈതലിന് വേണ്ടി ആമേ എക്കാലത്തും സംസാരിപ്പാൻ സ്വർഗത്തിന് ദൈവം ഇറങ്ങി വരും. ഇന്ന് രാവിലെ ആമേ 2 കുഞ്ഞുങ്ങൾ എന്നെ വിളിച്ചു. ഒരാൾ ബാംഗ്ലൂർ പട്ടണത്തിൽ പഠിക്കുന്നു, മറ്റേ ആൾ ചെന്നൈയിൽ ബൈബിൾ കോളേജിൽ സെമിനാരിയിൽ പഠിക്കുന്നു. അവരുടെ പിതാവ് നേരത്തെ മരിച്ചുപോയി. ആമേൻ. മാതാവും 2 കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ. ആമേൻ. എന്നോട് പറഞ്ഞൊരു കാര്യം, ദൈവദാസനെ, ഞങ്ങൾക്കൊരു സഹോദരൻ ഉണ്ടായിരുന്നെങ്കിൽ സംസാരിക്കാൻ അവൻ എക്കാലത്തും ആ സഹോദരൻ ഉണ്ടായിരിക്കുമായിരുന്നു. പക്ഷേ ഞങ്ങൾ 3 പെണ്ണുങ്ങളാ. ആമേൻ. ഞങ്ങൾക്ക് വേണ്ടി സംസാരിപ്പാൻ ആരുമില്ല. ഞങ്ങൾ ബലഹീനത, ഞങ്ങൾ അശക്തര. പക്ഷേ അടുത്ത വാക്ക് ശ്രദ്ധിക്കൂ, അശക്തരെ ശക്തനാക്കുന്നൊരു ദൈവം അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. പലപ്പോഴും പകച്ചു നിൽക്കുന്ന ദൈവദാസനെ വാക്കുകൾ കേൾക്കുമ്പോൾ മറുപടി പറയാൻ പോലും കഴിയാതെ കണ്ണുകൾ നിറഞ്ഞൊഴുകാറുണ്ട്. ഞങ്ങളുടെ ശരീരത്തിലെ തോല് വരെ ഉരിഞ്ഞു പോകുമോ എന്ന് ചിന്തിച്ച ദിനരാത്രങ്ങൾ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഞങ്ങൾ എവിടെയെല്ലാം കരഞ്ഞിട്ടുണ്ടോ, ഏതെല്ലാം സമയത്ത് ഞങ്ങൾ മുട്ടുമടക്കിയിട്ടുണ്ടോ, ഞങ്ങൾ മുട്ടുമടക്കിയിട്ടുള്ള എല്ലാ വിഷയത്തിനും അതിനപ്പുറവും ഞങ്ങളുടെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ദൂതനെ ഇറക്കിയിട്ടുണ്ട്. ഇന്നും ഞങ്ങളുടെ ഭവനത്തിനകത്ത് ആമേ സ്വസ്ഥതയുടെ ഒരു കൂമ്പാരമുണ്ട്. മാനുഷ്യ കരങ്ങൾ നമുക്ക് വേണ്ട, അത് ശാശ്വതമല്ല. അതാണ് വേദപുസ്തകം പറയുന്നത്, മനുഷ്യരിൽ ആശ്രയിക്കുന്നേക്കാൾ പറഞ്ഞേ ദൈവത്തിൽ ആശ്രയിക്കുന്ന നല്ലത്. അടുത്ത വാക്കൂടെ കേട്ടോ, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നേക്കാൾ ദൈവത്തിൽ അവൻ ആശ്രയിക്കുന്നത് നല്ലത്. സ്തോത്രം, ഹല്ലേലൂയ. യെശയ്യാപ്രവാചന പുസ്തകം 2-ാം അധ്യായം നിങ്ങൾ പിന്നെ വായിച്ചോ, ലാസ്റ്റ് വാക്യം. അവിടെ ഒരു കാര്യമുണ്ട് ഇങ്ങനെ, സ്തോത്രം, മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യൻ എന്ത് ചെയ്യരുത്, വിശ്വസിക്കരുത്. അവർ ഒരു ദിവസം നിനക്കും എനിക്കും നേരെ കുതികാൽ ഉയർത്തും. അന്ന് നിനക്ക് ഒന്നും പറയാൻ കഴിയാത്ത സമയം വരും. പക്ഷെ ഇന്ന് രാത്രി ദൈവം പറയുന്നു, പത്രോസേ, നിനക്ക് വേണ്ടി സംസാരിപ്പാൻ ഞാനുണ്ടടാ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്ന് രാത്രിയിൽ ദൈവകുഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് നിനക്കോ നിന്റെ തലമുറയ്ക്കോ നിന്റെ കുടുംബത്തിനോ ദേശത്തിനോ ദൈവത്തിന് സംസാരിക്കണമെങ്കിൽ ദൈവം ഇറങ്ങി വന്ന് സംസാരിക്കും. ഉറപ്പായി ഇന്ന് ദൈവം സംസാരിച്ച കുടുംബങ്ങൾ ഇതിനകത്തിരിപ്പുണ്ട്. ആമേൻ. ദൈവം സംസാരിച്ച വ്യക്തികൾ ഇതിനകത്തിരിപ്പുണ്ട്. ഇന്ന് രാത്രിയിൽ ഉറക്കമില്ലാത്ത രാത്രികൾ, ഉറങ്ങിയാൽ ഭയപ്പെടുത്തുന്ന, പേടി സ്വപ്നപ്പെടുത്തുന്ന രാത്രികൾ ഇന്ന് രാത്രി കുറിച്ചു വച്ചോ. വചനം പറയുന്നു, പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. അടുത്ത വാക്കുകൂടെ ശ്രദ്ധിച്ചോ, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, പക്ഷേ അത് നിന്നോടടുക്കില്ല.
മരണത്തെ മുന്നിൽ കണ്ട് രാത്രിയാമം ഉറങ്ങാതെ ചെവിരിന്റെ മൂലക്കെഴുത്തിരുന്ന് ഉറക്കൊഴിക്കുന്ന ആരൊക്കെ ദൈവാത്മാവെന്ന് രാത്രി അറിയിക്കുന്നു. നീ ഉറങ്ങിക്കോ പത്രോസേ, ഉറങ്ങിക്കോ. നിനക്കൊന്നും കേടും സംഭവിക്കില്ല. നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ, മീനിന്റെ സ്മെല്ലടിച്ച നിന്നെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കാൻ കഴിയുമെങ്കിൽ നിനക്കെതിരെ പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ട്. Praise God. എന്റെ അപ്പന്റെ വചനം എത്ര പ്രസംഗിച്ചാലും, എത്ര 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 ശക്തിയോടെ പ്രസംഗിച്ചാലും ഇന്ന് രാത്രി ഉറക്കെ പറയാം, ആമേൻ, ഒരു സമയം നിനക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു ദൈവം എണീക്കും. ഹല്ലേലൂയ. നീ ദൈവത്തിനോട് സംസാരിക്കുന്ന വ്യക്തിയാണോ? ആമേൻ. നിങ്ങളുടെ മനസ്സാക്ഷി ചോദിക്ക്, ഞാൻ ഇന്ന് രാവിലെ എന്റെ കർത്താവിന് വേണ്ടി ഞാൻ സംസാരിച്ചു. ഇന്ന് ഞാൻ ഈ സന്ധ്യായാമം തീരും മുൻപേ എന്റെ ദൈവത്തിന് വേണ്ടി ഞാൻ സംസാരിച്ചു കഴിഞ്ഞിരിക്കുക എങ്കിൽ ഈ രാത്രി നിനക്ക് വേണ്ടി സംസാരിപ്പാൻ എന്റെ ദൈവം എണീക്കും. സ്തോത്രം. ഹല്ലേലൂയ. ആരും ദൈവത്തിന് വേണ്ടി സംസാരിക്കുമോ അവന് വേണ്ടി ദൈവം സംസാരിക്കും. അനുഭവത്തോടെയാ പറയുന്നേ. അനുഭവമില്ലാതെ ഷാജി പാസ്റ്റർ പ്രസംഗിക്കാറില്ല. അനുഭവത്തോടെയാ. ഇന്ന് രാത്രി പ്രഖ്യാപിക്കുക, ദൈവത്തിന് വേണ്ടി നീ സംസാരിക്കാൻ നിന്റെ വായും നാവും നീ ചലിപ്പിച്ചാൽ, നിന്റെ ബുദ്ധി ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താൽ, നിന്റെ ശരീരം മുഴുവനും കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താൽ, നിന്റെ ശരീരത്തിലേക്ക് വരുന്ന രോഗത്തോട് സംസാരിക്കാൻ ഒരു ദൈവമുണ്ടെന്ന് രാത്രി. നിന്റെ ജീവിതത്തോട് സംഭവിക്കാൻ വരുന്ന പ്രശ്നങ്ങളോട് ഇടപെടുന്ന ഒരു ദൈവമുണ്ടെന്ന് രാത്രി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിന്നോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട് പത്രോസേ. നീ ഉറങ്ങിക്കോ. പത്രോസിന് അറിയാം. ഉറങ്ങിക്കോ, 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 ഉറങ്ങിക്കോ. നിന്നോട് സംസാരിക്കാൻ പോകുകയാ. അദ്ദേഹം ഞാൻ ചോദിക്കുമായിരുന്നു, എന്താ ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കാത്തെ? എന്താ പ്രാർത്ഥന നിർത്തിയേ? പറ്റില്ലെന്നേ. എന്താ പ്രാർത്ഥിക്കാത്തെ? എന്താ ബൈബിൾ വായിക്കാത്തെ? എന്താ എന്താ നിങ്ങൾ ചെയ്യാത്ത കാര്യം? പിന്നെ പിന്നെ ദൈവാത്മാവ് എന്നെ വിലക്കി ചോദിക്കരുത്, ചോദിക്കരുത്. സഭയിൽ ഞാൻ പറഞ്ഞിരിക്കുക, എന്താ നിങ്ങൾ ബൈബിൾ വായന നിർത്തിക്കളഞ്ഞത്? എന്താ നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന നിർത്തിക്കളഞ്ഞത്? ആമേ, ചോദിക്കരുത്. ദൈവാത്മാവ് പറഞ്ഞില്ലേ? ചോദിക്കരുത്. ദൈവം സംസാരിക്കട്ടെ. ദൈവത്തിന് മുമ്പിൽ 1 മണിക്കൂർ ഇരിക്കുന്നവൻ, ഹല്ലേലൂയ, ദൈവം അവന് വേണ്ടി സംസാരിപ്പാൻ ദൈവം ഇറങ്ങി വരും. കണ്ടോ? 2 കാവൽക്കാരുടെ മധ്യത്തിൽ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട കിടക്കുന്ന ഒരു പത്രോസിനെ കാണാം. ഹല്ലേലൂയ. തീർന്നില്ല കേട്ടോ. പത്രോസിന് മുമ്പിൽ നിൽക്കുന്നത്, ആമേൻ, ഒരു അനാക്യൻ, ഒരു കാവൽക്കാരന്റെ ശരീരം എന്ന് പറഞ്ഞാൽ, ആമേൻ, നമ്മൾ പറയാറില്ലേ ഒരാനയ്ക്ക് തിന്നേണ്ട ശരീരമുണ്ടെന്ന്? ആമേൻ. അപ്പോ ഏകദേശം 80 കിലോ 70 കിലോ വെയിറ്റ് ഉള്ള പത്രോസിനെ, ആമേൻ, ഒരു പപ്പടം പൊടിക്കുന്ന പൊടിക്കാൻ കരുത്തുറ്റ കേടയറ്റ കരുത്തനായ മനുഷ്യൻ പുറത്ത് നിൽപ്പുണ്ട്. ചാടിപ്പോവാൻ കഴിയില്ല, കാരണം ചങ്ങല. തീർന്നില്ല. ഫ്രണ്ടിൽ നിൽക്കുന്ന ഈർച്ച വാൾ പിടിച്ചു നിൽക്കുന്ന കാവൽക്കാർ 2 പേർ അകമ്പടിയായി. തീർന്നില്ല. അതിരുകാക്കാൻ കാവൽക്കാരൻ നിപ്പുണ്ട് ഗേറ്റിന്റെ മുമ്പിൽ. പറ്റില്ല. ഗേറ്റ് എന്ന് പറഞ്ഞ ഇന്നത്തെ സെൻട്രൽ ജയിലിനേക്കാൾ 10 മടങ്ങ് ഹൈറ്റുള്ള ഗേറ്റ്. ആർക്കും അടമേ തുറക്കാൻ കഴിയാത്ത ഗേറ്റ്. ആര കൊണ്ട് അടയ്ക്കുന്ന ഗേറ്റ്. സ്തോത്രം. എന്താ ദൈവം ഇറങ്ങിയത്? എന്താ ദൈവം ഇറങ്ങിയത്? ദൈവത്തിന് വേണ്ടി യോപ്പയിലും തബീതയെ ഉയർപ്പിച്ചത്, ആമേൻ, പത്രോസിനെ തകർക്കാൻ ഒരു വ്യക്തിക്കും കഴിയത്തില്ല. പത്രോസിനെ നിഴതട്ടുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നു, മരിച്ചവർ എണീറ്റ് നടക്കുന്നു, ക്ഷയരോഗങ്ങൾ സൗഖ്യമാക്കുന്നു, പക്ഷവാതക്കാരെ കിടക്കെണീറ്റ് ഓടുന്നു. എന്താ കാര്യം? ദൈവത്തിന്റെ അഭിഷേകം അവരിൽ വ്യാപരിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ അഭിഷേകം വ്യാപരിക്കുന്ന ദൈവകുഞ്ഞെ, നിന്റെ ശരീരത്തിന് വില പറയുന്ന ശത്രുവിന്റെ കുതന്ത്രങ്ങളെ പൊട്ടിക്കാൻ ഇന്ന് രാത്രിയിലെ സ്വർഗ്ഗത്തിലെ ദൈവം നിന്റെ പട്ടണത്തിലേക്ക് വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിന്റെ ശരീരത്തിന് നേരെ
നിന്റെ തലയ്ക്ക് വില പറയുന്ന, നിന്റെ കുടുംബത്തിന് വില പറയുന്ന, നിന്റെ വിദ്യാഭ്യാസത്തെ വില പറയുന്ന, നിന്റെ ആത്മീയത്തിന് വില പറയുന്ന, നിന്റെ യാത്രകൾക്ക് നേരെ വില പറയുന്ന, നിന്റെ ഉപജീവനത്തെ വില പറയുന്ന, ഒതുക്കാൻ നിൽക്കുന്ന പൈശാചിക കോട്ടകളെ ഇന്ന് രാത്രി പൊട്ടിക്കാൻ ഒരുത്തൻ കരുത്ത് പ്രാപിച്ച ഒരുത്തൻ ആമേൻ കാവൽപുര മുറ്റത്ത് നിൽപ്പുണ്ട്. യേശുവിന്റെ പൈതലേ, ഇന്ന് രാത്രി ഒരുത്തൻ കാവൽപുര മുറ്റത്ത് നിൽപ്പുണ്ട്. ഹല്ലേലൂയ, ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 25:9, 20-ാം അധ്യായത്തിന്റെ 6 വായിച്ചാട്ടെ. എന്നാൽ ഫെസ്തോസ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിപ്പാൻ ഇച്ഛിച്ച് പൗലോസിനോട്, യെരുശലേമിലേക്ക് ചെന്ന് അവിടെ എന്റെ മുമ്പിൽ വെച്ച് ഈ സംഗതികളെ കുറിച്ച് വിസ്താരം നടപ്പാൻ നിനക്ക് സമ്മതമുണ്ടോ എന്ന് ചോദിച്ചതിന് പൗലോസ്, ഞാൻ കൈസരുടെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുന്നു, അവിടെ എന്നെ വിസ്തരിക്കേണ്ടതാകുന്നു. യഹൂദന്മാരോട് ഞാനൊരു അന്യായവും ചെയ്തിട്ടില്ല, അത് നീയും നല്ലവണ്ണം അറിഞ്ഞിരിക്കുന്നു. എന്ന് രാത്രി അന്യായം ചെയ്യാത്തവനെ വിസ്തരിക്കാൻ മുൻപിൽ കൊണ്ടുവന്നിട്ട് പറയുക പൗലോസ്, ഞാന് നാളെ കൈസരുടെ മുമ്പിൽ നിൽക്കുക, ഞാൻ അവിടെ നിൽക്കും, നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം എന്നെ വിളിച്ചവനായ ദൈവം ഇന്ന് രാത്രിയിലും എന്റെ മുൻപിൽ ഇറങ്ങി വന്ന് പറയാ, നാളെ നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടവനാ. ആമേൻ. നിന്റെ ഭർത്താവിനെ നോക്കി, നിന്റെ മക്കളെ നോക്കി ശത്രു വെല്ലുവിളിക്കും, ഇന്ന് കുഴിച്ചു മൂടും, ഇന്ന് ഞാൻ അവന്റെ കഥ കഴിക്കും എന്ന് വിളിച്ചു പറയുന്ന ശത്രുവിന്റെ മുൻപിൽ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ ദേശത്തിലുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു പുരുഷൻ ദേശത്തിലുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന ഒരു വ്യക്തി ദേശത്തിലുണ്ടെങ്കിൽ, നിന്റെ സൗന്ദര്യം നോക്കിയല്ല, നിന്റെ പശ്ചാത്തലം നോക്കിയല്ല, നിന്റെ വാചാതുര്യം നോക്കിയല്ല, നിന്റെ വിദ്യാഭ്യാസം നോക്കിയല്ല, ഇന്ന് രാത്രി ചില ബ്രെയിനിനെ തിരിച്ചുവിടുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് രാത്രി ജനന്റെ ബ്രെയിനെ പൊളിച്ചു പണിയുന്ന ഒരു എഞ്ചിൻ പൊളിച്ചു പണിയുന്നത് പോലെ ഇന്ന് രാത്രി ചില ബ്രെയിനുകൾ പൊളിച്ചു പണിയുകയാ. ഞാൻ ചെയ്തത് തെറ്റായി പോയി, പശ്ചാത്താപമുണ്ട്, എന്നോട് ക്ഷമിക്കത്തില്ലേ എന്ന് തിരിച്ചു മനം തിരിഞ്ഞു വരുന്ന ചില വ്യക്തികളെ ദൈവാത്മാവ് ഇന്ന് രാത്രി കാണിക്കുന്നു. സ്വർഗം ഇന്ന് രാത്രി ചില കുടുംബത്തിലേക്ക് ഇറങ്ങി വരാൻ പോകുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലിൻഡാലിറ്റി പ്രാർത്ഥിച്ചോ, ആമേൻ. നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ ചില കെണികൾ നിരത്തിയ ചില വ്യക്തികളെ ദൈവാത്മാവ് ഈ തലമുറയിൽ നിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ പോകുകയാ. ഞങ്ങളോട് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ഹല്ലേലൂയ, ഒരു ക്ഷമാർപ്പണം. ഹല്ലേലൂയ. അതിൽ തീർന്നിട്ടില്ല. ഒരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രി എവിടെയൊക്കെയോ സംഭവിക്കുന്നു. പ്രവസിസ്റ്ററെ പ്രാർത്ഥിച്ചോ, ഇന്ന് രാത്രി ചില ബ്രെയിനുകളെ പൊളിച്ചു പണിയുന്ന രാത്രിയാ. ഉടബലരഗത ശംഭവരാജകൾക്കനാദി യേശുവിന്റെ കരം ഇന്ന് രാത്രി ഏതൊക്കെ കുടുംബത്തിൽ, ഏതൊക്കെ വ്യക്തികളുടെ മേൽ ദൈവാത്മാവ് ഇന്ന് രാത്രി ഇറങ്ങി വരികയാ. പത്രോസ്, നീ ഉറങ്ങിക്കോടാ, നിനക്ക് കാവല് ഞാൻ നിൽക്കുകയല്ലേ. ഇന്ന് രാത്രിയിൽ ശ്രദ്ധിക്കണേ. ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതിനകത്തേക്ക് ദൈവകുഞ്ഞേ, ആമേൻ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. ഇവിടെ ദിനേശ് ബ്രദറിന്റെ കുഞ്ഞ്, ആമേൻ, സ്തോത്രം, രാത്രി പേടിച്ചെണീറ്റ് നിന്ന് കരഞ്ഞാലും അപ്പൻ പറയും, എടാ ഞാൻ നിന്റെ അടുത്തിരിപ്പുണ്ട്, കിടന്നോ, നീ ഇനി പേടിച്ച് നിലവിളിക്കണ്ട കേട്ടോ, കിടന്നോ, ഞാൻ നിന്റെ കൂടെ ഇരിക്കുകയല്ലേ. ഒരു കൈ എടുത്ത് അവനെ പുറത്തോട്ടൊക്കെ വയ്ക്കും. ആ കയ്യെ ആ കുഞ്ഞ് പിടിച്ച് തന്റെ നെഞ്ചോട് ചേർത്തണയ്ക്കും. എന്താ പാസ്റ്റർ അങ്ങനെ? ആ നെഞ്ചിലേക്ക് തന്റെ പിതാവിന്റെ കൈ ഒന്ന് അമരുമ്പോഴേ അവന്റെ ആ താളം തന്റെ പിതാവിന്റെ കൈയിലേക്ക്, ആമേൻ, ആ താളം കിട്ടും. ആ താളത്തിൽ പിതാവിന് മനസ്സിലായി കുഞ്ഞ് കണ്ടെന്തോ പേടിച്ചു, ഹാർട്ട് അധികം പ്രഷറിൽ ഇടിക്കുന്നല്ലോ, എന്റെ കുഞ്ഞ് എന്തോ കണ്ട് പേടിച്ചു, എന്തോ കണ്ട് ഞെട്ടി എണീറ്റു. ഹല്ലേലൂയ. ആ കുഞ്ഞിന്റെ നെഞ്ചത്ത് പിതാവിന്റെ കൈ എപ്പോഴാണോ അമർന്നത്
അപ്പോൾ കുഞ്ഞിന് ഭയം മാറി, അവൻ ഉറങ്ങാനിടയായി. ഇന്ന് രാത്രി ആമേൻ സ്തോത്ര ഹല്ലേലൂയ, അങ്ങനെ ഇന്ന് ആരോ പേടിച്ചിരിക്കുന്നു. രാത്രി ഉറക്കമില്ലാത്ത രാത്രികളെ നിന്റെ പിതാവിന്റെ കൈ നിന്നെ ആമേ വീണ്ടെടുത്ത, രക്തം മറുവലായി കൊടുത്ത, ചങ്കില ചോര ആമേ കൊടുത്ത, വിലക്കി വാങ്ങിയ നിന്റെ പിതാവ് തന്റെ കൈ നിന്റെ മേൽ ഇന്ന് രാത്രി വയ്ക്കുന്നുണ്ട്. നിനക്കുറക്കമില്ലാത്ത രാത്രികളെ മാറ്റി എഴുതുന്ന രാത്രികളാക്കി ദൈവത്തിന്റെ ആത്മാവെന്ന് രാത്രി തീർക്കുന്ന രാത്രികൾ എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നാളെ കൈസന്റെ മുമ്പിൽ ഞാൻ നിൽക്കേണ്ടതാ. അതുകൊണ്ട് നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നിയമം പുറപ്പെട്ടു കഴിഞ്ഞു. പൗലൂസേ, നീ നാളെ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാണ്. അതുകൊണ്ട് നിന്നെ ഒന്നും ചെയ്യാൻ ഈ ഗവൺമെന്റിന് കഴിയത്തില്ല. നിന്നെ എത്ര കുറ്റം ചുമത്താൻ നോക്കിയാലും, നിന്നെ എത്ര ആരോപിക്കാൻ നോക്കിയാലും, നിന്നെ കുറ്റം ആരോപിച്ച് നീ ഒരു കുറ്റക്കാരനും കുറ്റക്കാരിയാക്കി തീർക്കാൻ നിന്നെ പകരം കുറ്റപ്പെടുത്തിയാലും, നിന്റെ കണ്ണീർ രക്തത്തുള്ളിയായി ഭൂമിയിലേക്ക് നിലം പതിക്കുന്നതും സ്വർഗം കണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി കർത്താവ് മൗനമായി ഇരിക്കുന്ന രാത്രി അല്ല. ഹല്ലേലൂയ. ശാമന ഹസ്തുനാരികൾ കനാദീബൽ മനാഹര പ്രൗഢപരക്ഷ. ഹല്ലേലൂയ. ആമേൻ. നിന്നെ ചേർത്ത് പിടിക്കേണ്ട കരം പറയുകയാണോ നീ ഒന്ന് മരിച്ചാൽ മതിയെന്ന്? നിന്നെ ചേർത്ത് പിടിച്ച് കണ്ണീർ തുടയ്ക്കുന്ന കരം പറയുകയാണോ നീ ചത്തു കിട്ടിയാൽ മതിയെന്ന്? നീ എന്റെ ജീവിതത്തിൽ ശാപമാണെന്ന് അവർ പറയുകയാണോ? നിന്റെ ജീവിതം ആമേൻ നശിപ്പിച്ചു എന്ന് ചിന്തിക്കുകയാണോ? ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ കരത്തിലേക്ക് നീ ഏൽപ്പിക്കപ്പെട്ട ദൈവ പൈതലാണോ? ഈ രാത്രി പരിശുദ്ധാത്മാവ് ആരോടൊക്കെ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു. ഒന്ന് പൊട്ടിക്കരയാൻ മനസ്സുള്ള ആരൊക്കെ ഇതിനകത്തിരിപ്പുണ്ട്? നാളുകളായി ഒരു പാണ്ടക്കെട്ട് പോലെ കെട്ടിവെച്ചിരിക്കുന്ന ചില കെട്ടുകളെ ഇന്ന് രാത്രി പൊട്ടിക്കുകയാ. ചില ചങ്ങലകൾ, ആ ചങ്ങലകളുടെ വെയിറ്റ് നിങ്ങൾക്ക് അറിയാമോ? പൗലോസിന്റെ കരങ്ങളിൽ ആമേ അണിഞ്ഞ ചങ്ങലകളുടെ വെയിറ്റ് അറിയാമോ? ചങ്ങലയുടെ കണ്ണിയുടെ അകലം അറിയാമോ? ഇന്നത്തെ ആനയ്ക്ക് എത്രയോ ഭേദം, അതിനേക്കാൾ 10 മടങ്ങ് ഘനമേറിയ ചങ്ങലയാണ്ട് പൂട്ടിയിട്ടിരിക്കുന്ന പോരാ, വയറിൽ കൂടെയും കാലും കൈയും എല്ലാം ആമത്തിലിട്ട് പൂട്ടി അതിനകത്ത് സ്വസ്ഥമായി ഉറങ്ങുന്ന ഒരു പത്രോസ്. കാരണം വിളിച്ചവൻ വിശ്വസ്തന. ശമനപരഗതനാകര, വിളിച്ചവൻ വിശ്വസ്തന. ഇന്ന് രാത്രി ആരുടെയൊക്കെ ദൈവത്തിന്റെ ആത്മ നിന്റെ കണ്ണീര് തോരാൻ ഈ രാത്രി ദൈവത്തിന് പദ്ധതിയുണ്ട്. നീ കരഞ്ഞുകൊണ്ടിരിക്കുന്ന, നീ മാറത്തടിക്കുന്ന, എന്റെ കാര്യത്തിൽ ആർക്ക് ഉത്തരവാദിത്വമില്ലല്ലോ എന്ന് പറഞ്ഞ് പലപ്പോഴും പറഞ്ഞ് ഹല്ലേലൂയ, രാത്രി യാമങ്ങൾ എണീറ്റിരുന്ന് ഉറക്കമില്ലാതെയും വീട്ടിനകത്തും നടന്നും കുറിച്ചു തുറന്നും വെള്ളം കുടിച്ചും ആമേൻ മുമ്പിലോട്ട് പോകുന്ന ആരൊക്കെ ദൈവാത്മാവിന്ന് രാത്രി ഇടപെടുകയാണ്. ഉടമലരകതുനി ഈ രാത്രി ദൈവാത്മാവ് പറയില്ല, നിന്റെ പ്രശ്നത്തിരുന്ന് പരിഹാരമാ. ഈ രാത്രി നീ ഈ വീട്ടിനകത്തുനിന്ന് എണീക്കുമ്പോൾ തന്നെ നിന്റെ പ്രശ്നത്തിന് പരിഹാരമാ. ഒരു പക്ഷിയുടെ തൂവൽ കൊഴിഞ്ഞത് കൊണ്ട് ഒരിക്കലും ഒരു പക്ഷി പറക്കാതിരിക്കുന്നില്ല. ശ്രദ്ധിക്കണം, ഒരു പക്ഷിയുടെ തൂവൽ കൊഴിഞ്ഞത് കൊണ്ട് ഒരിക്കലും ഒരു പക്ഷി പറക്കാതിരിക്കുന്നില്ല. അത് ശക്തമായത് പറക്കാൻ പോകുകയാ. കൊഴിഞ്ഞ തൂവലിന്റെ ഭാഗത്ത് അനേക തൂവലുകൾ പൊട്ടിക്കിളിർക്കാൻ പോകുന്നു. നിന്നെ ആർക്കും ഒതുക്കാൻ കഴിയില്ല ദൈവദാസിയെ. നിന്നെ ആർക്കും മാറ്റി നിർത്താൻ കഴിയില്ല ദൈവദാസിയെ. രാത്രി ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു. മാർക്കോസ് 6:8. ആമേൻ. മാർക്കോസ് 6:8, പ്രവർത്തന പുസ്തകം 16:26, സങ്കീർത്തനം ആമേൻ 126:1. ഇത്രയും വാക്യങ്ങൾ നിങ്ങൾ വായിക്കപ്പെടുമ്പോൾ അതിനകത്ത് ദൈവത്തിന്റെ മഹത്വമേറിയ പ്രവൃത്തി വെളിപ്പെടുകയാ. ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കുന്നവരെ തൊടാൻ ഈ ഭൂമിയിലെ ഒരു അധികാരികൾക്കും കഴിയത്തില്ല എന്ന് ഇന്ന് രാത്രി മനസ്സിലാക്കിക്കോ. 126 സങ്കീർത്തനം 1-ാമത്തെ വാക്യവും മാർക്കോസ് 6:8, അപ്പോസ്തല പ്രവൃത്തി 16:26, അപ്പോസ്തല പ്രവൃത്തി 23:2, പുറപ്പാട് 23:15, പുറപ്പാട് 12:14-15 ചേർത്ത് പഠിക്കുമ്പോൾ
നിന്നെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല കേട്ടോ. ഇന്ന് രാത്രി നിന്റെ മേൽ അണിഞ്ഞിരിക്കുന്ന ചങ്ങലകളെ വാക്കുകളാകുന്ന ചങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുക. നിന്നെ വാക്കുകളാകുന്ന ചങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുകയാ. ഇന്ന് രാത്രി ചില ചങ്ങലകൾ പൊട്ടാൻ പോകുകയാ. ആമേൻ, സ്തോത്ര, ഹല്ലേലൂയ. ഇന്ന് രാത്രി ചാക്കോ സാറേ, ആ ശരീരത്തിൽ വാക്കുകൾ കൊണ്ട് മെനഞ്ഞു വെച്ചിരിക്കുന്ന ചങ്ങലകൾ ഇന്ന് രാത്രി അഴിഞ്ഞു വിടാൻ പോകുകയാ. ആമേൻ. വാക്കുകൾ കൊണ്ട് മെനഞ്ഞ ചില ചങ്ങലകൾ ഇന്ന് രാത്രി ആ ശരീരത്തിൽ നിന്ന് അഴിഞ്ഞു വീഴാൻ പോകുകയാ. ഹല്ലേലൂയ. ആ കുടുംബത്തിനകത്ത് വാക്കുകൾ കൊണ്ട് മെനഞ്ഞു വെച്ചിരിക്കുന്ന ചില ചങ്ങലകൾ, വാക്കുകൾ കൊണ്ട് മെനഞ്ഞു വെച്ചിരിക്കുന്ന ചില ആമത്തിന്റെ കെട്ടുകൾ ഇന്ന് രാത്രി പൊട്ടുന്ന രാത്രിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശമനവരകതുനി വൈഡകരാജകൾക്കനാദി. രാത്രി ദൈവ പൈതലേ, നിന്നോടാ ദൈവാത്മാവ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. നിന്നോടാ ഇന്ന് രാത്രി ഇടപെടുന്ന ദൈവം. നിന്നോടാ നിന്റെ കുടുംബത്തെ നോക്കിയാ സംസാരിക്കുന്നത്. ഇതിന്റെ തലമുറയെ നോക്കിയ ഇന്ന് രാത്രി സംസാരിക്കുന്നത്. നിനക്ക് വേണ്ടി സംസാരിപ്പാൻ ആരുമില്ലെങ്കിൽ നിനക്ക് വേണ്ടി സംസാരിപ്പാൻ ഒരു ദൈവം ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. നിനക്ക് വേണ്ടി സംസാരിപ്പാൻ ആരുമില്ലെങ്കിൽ നിനക്ക് വേണ്ടി സംസാരിപ്പാൻ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. ആമേൻ, സ്തോത്ര. നിനക്ക് വേണ്ടി സംസാരിപ്പാൻ കർത്താവിന്റെ ദാസനെ, എനിക്ക് വേണ്ടി സംസാരിപ്പാൻ ആരുമില്ല കേട്ടോ. ഞാൻ ഒറ്റപ്പെട്ടവലാ. ജീസസ്, ഞാൻ ഒറ്റപ്പെട്ടവലാ, ഞാൻ ഒറ്റപ്പെട്ടവളാ. വായിച്ചേ 126:1. ശംഭവരാജകൾക്കനാദി. സങ്കീർത്തനം 126:1 വായിച്ചേ. പെട്ടെന്ന് വായിച്ചേ. പെട്ടെന്ന് എടുത്തു വയ്ക്കണം. വായിച്ചേ. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ, ഒരു മടക്കയാത്രയിൽ സ്വപ്നം കണ്ടു നിൽക്കുന്ന, ആ കവലയിൽ സ്വപ്നം കണ്ടു നിൽക്കുന്നത് പോലെ ഒരു മടങ്ങി വരവ്. ഗൂഗിൾ മീറ്റിംഗിന്റെ ആദ്യത്തെ വർഷങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഒരു മനുഷ്യൻ 23 വർഷം വീട്ടിൽ നിന്ന് നാട് വിട്ടുപോയ ഒരു മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു. 23 വർഷം ആർക്കും എവിടെയാണെന്ന് അറിയത്തില്ല. പേപ്പറിലും മാധ്യമങ്ങളിലും മറ്റിടങ്ങളിലും ഒക്കെ പരസ്യം ചെയ്തിട്ടും വന്നില്ല. പക്ഷെ ഇതിനകത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു കേട്ടോ. ഞാൻ കഴിഞ്ഞ 1.5 മാസം ഞാൻ അറിഞ്ഞു ആ മനുഷ്യൻ നാട്ടിലേക്ക് വന്നു. മംഗലാപുരത്തേക്ക് ആ മനുഷ്യൻ വന്നു. എന്നോട് സംസാരിപ്പാനിടയായി. ആമേൻ, സ്തോത്രം. ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞ 2 വർഷം. ഇന്ന് രാത്രി ഒരു കാര്യം പറയട്ടെ. ചിലതൊക്കെ വൈകുന്നത് നിന്റെ മേലുള്ള ഉദ്ദേശം വെളിപ്പെടാൻ വേണ്ടിയാ. നിന്റെ മേലുള്ള നിയോഗം വെളിപ്പെടാൻ വേണ്ടിയാ. നിന്റെ മേലുള്ള നിയോഗം വെളിപ്പെട്ടു വരാൻ വേണ്ടിയാ. ചിലരൊക്കെ ദൈവാത്മാവ് ഇന്ന് രാത്രി സ്വപ്നം കണ്ടതുപോലെ. ഹല്ലേലൂയ. ആണോ? സ്വപ്നം കാണുന്നവരെ പോലെ ആണോ ഇരിക്കുന്നത്? ഇതെല്ലാം കണ്ടിട്ട് മനസ്സിലാകാതെ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരിക്കുകയാണോ? ഒരു സ്വപ്നം പോലെ ഇന്ന് രാത്രി നിന്റെ മുൻപിൽ നിൽക്കുന്ന പ്രതിസന്ധികൾ ഒരു സ്വപ്നം പോലെ മാറിപ്പോയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ആമേൻ. നിന്റെ മേലുള്ള ദൈവത്തിന്റെ നിയോഗമാകുന്ന ആ പടകിനകത്തേക്ക് നീ ഒറ്റയ്ക്കല്ല, പടകിനകത്തേക്ക് നിന്നെ ഇറക്കി വിട്ട സ്വർഗത്തിലെ ദൈവത്തിന്റെ കരവും ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മധ്യത്തിൽ ഈ ജനം പറയുന്നു, ഞങ്ങൾ സ്വപ്നം കണ്ടവരെ പോലെ ഒരു മടക്കയാത്രയിൽ വന്നിരിക്കുക. നിന്റെ ജീവിതത്തിൽ ഒരു സ്വപ്നത്തിന്റെ കലവറ ഇന്ന് രാത്രി തുറക്കുകയാ. ഈ 4ാമത്തെ അപ്പോസ്തലന്മാരുടെ അത്ഭുതത്തിലേക്ക് വരപ്പെടുമ്പോൾ സഭ ശ്രദ്ധിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാ. ഒരു മനുഷ്യന് വേണ്ടി സഭ ശ്രദ്ധിച്ചു പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന എവിടെ എത്തി? കാവൽപുരമുറ്റത്തെത്തി. എവിടെ എത്തി? ഹേരോദാവിന്റെ അന്തഃപുരത്തിലെത്തി പ്രാർത്ഥന. എവിടെ എത്തി? നിനക്കെതിരെ കെണി ഒരുക്കുന്നവന്റെ രാജസന്നിധിയിലെത്തി. എവിടെ എത്തി? ആമേൻ, പടയാളികളുടെ മേലെത്തി. എവിടെ എത്തി? ചങ്ങലകളുടെ മേൽ പൂട്ടുകൾ സ്വമതേ അഴിയത്തക്ക പോലെ. രാത്രി ചില പൂട്ടുകൾ അഴിയുകയാ. നിന്നെ പൂട്ടി വച്ചിരിക്കുന്ന ശബലപരകതന വൈഡകരാജകൾക്കനാദി.